The Real FM 103.6. ശ്രദ്ധ. ശരിക്കുള്ള പേര് ഷൺമുഖം എന്നാണ്. ബെൻസ് എന്ന് വിളിക്കും. കമ്പത്തേക്ക് അധികം ദൂരമില്ല ജോർജ് സാറേ. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായി. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. അനിതര സാധാരണമായ അഭിനയ മികവും ഭാവവൈവിധ്യവും കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട താരം മോഹൻലാൽ ഇന്ത്യൻ ചലച്ചിത്രത്തിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര നിറവിൽ എത്തി നിൽക്കുമ്പോൾ മലയാളികൾക്കിത് അഭിമാന മുഹൂർത്തം. 4 പതിറ്റാണ്ടായി നമ്മൾ നെഞ്ചിലേറ്റുന്ന നടന വിസ്മയം പത്മശ്രീയും പത്മവിഭൂഷണം ഇതാ ഇപ്പോൾ ഫാൽക്കെ അവാർഡും നേടി അഭിനയരംഗത്ത് തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. അതെ, അഭ്രപാളിയിലെ ജീവിക്കുന്ന അഭിനയ സൗകുമാര്യത്തിനു ലഭിച്ച പുരസ്കാരലബ്ധിയിൽ മലയാള സിനിമയും മലയാളികളും ഒരേപോലെ പുളകിതരാവുമ്പോൾ കോഴിക്കോട് ആകാശവാണിയോടൊപ്പം തന്റെ അളവറ്റ സന്തോഷം പങ്കുവെക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ. എന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എന്റെ ഒരു ആകാശവാണി എന്താണ് പറയാനുള്ളത് എന്നൊരു ചോദ്യം ഉണ്ടായി. അതിനങ്ങനെ ഒരു മറുപടി ആയിട്ടല്ല, പക്ഷെ ഈ സ്വപ്ന നേട്ടം സ്വന്തമാക്കുക എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ചില സ്വപ്നങ്ങൾക്ക് വേണ്ടി അത്രയേറെ ആഗ്രഹിച്ച് പരിശ്രമിച്ചാൽ അത് ലഭ്യമാകും എന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ എന്നെ സംബന്ധിച്ച് ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നത് സ്വപ്നത്തിനപ്പുറം രാജ്യം നൽകുന്ന ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഒരിക്കലും ചിന്തിക്കുക പോയിട്ട് സ്വപ്നത്തിൽ പോലും നനച്ചിട്ടില്ലാത്തതാണ്. പലപ്പോഴായി ജീവിതം എനിക്കായി കരുതി വെച്ചിട്ടുള്ള വിസ്മയങ്ങളിൽ ഏറ്റവും പുതിയതായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മലയാള സിനിമയ്ക്ക് ലഭിച്ച പരമോന്നത അംഗീകാരമായിട്ട് സവിനയം ഞാൻ ഈ ബഹുമതി സ്വീകരിക്കുന്നു. ഇതിനെന്നെ പ്രാപ്തനാക്കിയ തിരഞ്ഞെടുത്ത ജൂറിക്കും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിനുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇത് എനിക്ക് മാത്രമായിട്ടുള്ളൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല. എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ഇനി യാത്ര ചെയ്യാനിരിക്കുന്ന എല്ലാവർക്കുമായിട്ടുള്ള ഒരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ പ്രേക്ഷകർക്ക്, എന്റെ കുടുംബത്തിന്, എന്റെ സിനിമാ കുടുംബത്തിന് എല്ലാവർക്കും എനിക്ക് നൽകിയ ഈ ബഹുമതി ഞാൻ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുന്നു. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ അനർഘ നിമിഷത്തിൽ സിനിമാ മേഖലയിലെ പ്രമുഖരും പങ്കുചേരുന്നു. സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീ ബ്ലസ്സി. ലോകമെമ്പാടുമുള്ള മലയാളികള് ഏറ്റവും അധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ ആണ് ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു എന്നുള്ളത് ആഘോഷിക്കുന്നത്. ഓരോരുത്തർക്കും ലഭിച്ച അവാർഡ് പോലെ തന്നെയാണ്. കാരണം മലയാളത്തിന്റെ പ്രിയ നടൻ കഴിഞ്ഞ കാലങ്ങളായി നമ്മളുടെ ചലച്ചിത്ര രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ മികവുറ്റ പ്രകടനങ്ങൾ, അതിന് നൽകുന്ന ഒരു അംഗീകാരം എന്നായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ സിനിമയിലേക്ക് തന്നെ മലയാള സിനിമ നൽകുന്ന വലിയൊരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലും ഇത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം തന്നെ വളരെ മികച്ച സിനിമകൾ ഇനിയും അദ്ദേഹത്തിൽ നിന്നും, പ്രത്യേകിച്ച് ഈ വലിയൊരു പരമോന്നത ബഹുമതി ലഭിച്ച ആളുടെ പുതിയ സംരംഭങ്ങളും ഒക്കെ അത്തരത്തിലുള്ള വലിയ വലിയ കാഴ്ചകളായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ്. മോഹൻലാൽ എന്ന ഒരു നടന് ലഭിച്ച അവാർഡിൽ എല്ലാ മലയാളികളോടൊപ്പം എനിക്കും വളരെയേറെ അഭിമാനമുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം 3 സിനിമകൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സംവിധായകൻ ശ്രീ VM വിനു. മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ ശ്രീ മോഹൻലാലിന് നമ്മുടെ രാജ്യത്തിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു എന്നറിയാൻ വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ടും അർഹതപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെയാണ് ശ്രീ മോഹൻലാൽ ഈ ഒരു അവാർഡിന്. കുറെ വർഷങ്ങളായി നമ്മളെ എല്ലാവരെയും, ചലച്ചിത്ര പ്രേമികളെ മലയാളത്തിന് ഒന്നടങ്കം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിനേതാവാണ് ശ്രീ മോഹൻലാൽ. അറബിക്കടലിന്റെ സൗന്ദര്യം പോലെ, ആഴം പോലെ, അതിന്റെ തിരമാലകൾ പോലെ ഓരോ സിനിമകളിലൂടെയും മനുഷ്യന്റെ അല്ലെങ്കിൽ കാഴ്ചക്കാരന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മോഹൻലാലിന് ഈ ഒരു പുരസ്കാരം വലിയ, അല്ലെങ്കിൽ മലയാളിയുടെ വലിയ ഒരു അഭിമാനമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തെ വെച്ച് ഒരു സിനിമ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ബാലട്ടൻ എന്ന സിനിമ അത് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഒരു സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ എന്ന നിലയിലും ഞാൻ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ പല പല ഭാവഭേദങ്ങളും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പുരസ്കാരം നമ്മളുടെ ഒക്കെ മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പൊൻതൂവൽ തന്നെയാണ്. അദ്ദേഹത്തിന് ഇനിയും നല്ല നല്ല വേഷപ്പകർച്ചകൾ മലയാളികൾക്കും അല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അനുഭവിക്കാനുള്ള അവസരങ്ങൾ നൽകട്ടെ ഈശ്വരൻ എന്ന് ആശംസിച്ചുകൊണ്ട് അത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കവിയും
ഗാനരചയിതാവുമായ ശ്രീ റഫീഖ് അഹമ്മദ്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിലുള്ള സന്തോഷം വാക്കുകൾ ഒതുക്കാൻ കഴിയുന്ന ഒന്നല്ല. അദ്ദേഹം ഏറ്റവും അധികം അതിന് അർഹനായിട്ടൊരു വ്യക്തിയാണ്. എനിക്കൊരുപാട് സ്വകാര്യ സന്തോഷങ്ങൾ കൂടിയുണ്ട്. കാരണം അദ്ദേഹം അഭിനയിച്ച പല സിനിമകളിലും പാട്ടെഴുതാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ എഴുതിയ വരികൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചായും ആ പാട്ട്, അത് നടൻ എന്നിലുപരി ഗായകൻ കൂടിയാണല്ലോ അദ്ദേഹം. സകലകലാവല്ലഭനായിട്ടുള്ള മോഹൻലാൽ. അപ്പൊ അദ്ദേഹം ആ വരികൾ പാടിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മലയാളം അംഗീകരിക്കപ്പെട്ടു എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ശ്രീ മോഹൻലാലിന് ഇനിയും ഒരുപാട് കാലം നമ്മെ സന്തോഷിപ്പിക്കാൻ ശ്രമങ്ങളുണ്ടാവട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നടനും സംവിധായകനുമായ ശ്രീ സുധീഷ്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൽ നമ്മളെല്ലാം വളരെ സന്തോഷത്തിലാണ്. നമ്മൾ ഓരോ മലയാളികൾക്കും തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ലാലേട്ടനോടൊപ്പം എനിക്കും പല സിനിമകളിലും അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഞാൻ ആദ്യം അഭിനയിച്ചതും മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലാണ്. ആ സിനിമ ഒരു ക്ലാസിക് സിനിമയായി മാറി. അതോടൊപ്പം തന്നെ അതിലെ എന്റെ കഥാപാത്രവും വളരെ ശ്രദ്ധേയമായി. പലർക്കും അറിയാം അതിലെ ഹോമന പേര് അത് ലാലേട്ടന്റെ സ്റ്റൈലിൽ പല രീതിയിൽ അത് വിളിച്ചതുകൊണ്ട് തന്നെയാണ് ആ പേരും ഒരു ഹിറ്റായിട്ട് മാറിയത്. അതിനുശേഷവും പിന്നീട് ലാലേട്ടനോടൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞു. ബാലേട്ടൻ, മാമ്പഴക്കാലം, അങ്ങനെ പല സിനിമകളിലും അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റവും അഭിനയിക്കുമ്പോൾ അദ്ദേഹം തരുന്ന പ്രോത്സാഹനവും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ അവസരത്തിൽ ആകാശവാണിയിലൂടെ ലാലേട്ടന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൽ ഞാൻ എന്റെ സന്തോഷവും അഭിമാനവും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. തുടരും സിനിമയുടെ സംവിധായകൻ ശ്രീ തരുൺ മൂർത്തി. ആകാശവാണി കോഴിക്കോടിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. വലിയ സന്തോഷത്തിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന നമ്മളുടെ ജീവിതത്തിന്റെയൊക്കെ നിത്യജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും കോണിൽ കണ്ടോ പറഞ്ഞോ ഒക്കെ നമ്മൾ വിട്ടുകളയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന്റെ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വലിയ അവാർഡിന്റെ നിറവിൽ ഇങ്ങനെ നിൽക്കുവാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ശരിക്കും എന്റെ സന്തോഷം എത്രത്തോളം ഗൂസ്പംസ് ഉള്ള ഒരു മൊമെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷമാണ് സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്ന എന്റെ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് വാങ്ങാനായി ഞാൻ ഡൽഹിക്ക് പോകുന്നു. അന്ന് ഡൽഹി പോയ സമയത്ത് അന്നത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മിഥുൻ ചക്രവർത്തി സാറിനായിരുന്നു. അന്ന് നമ്മൾ നേരിൽ കണ്ടതാണ് ഈ അവാർഡിന്റെ ഒരു പവർ. അവാർഡുകളെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം തവണത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുമ്പോൾ മിഥുൻ ചക്രവർത്തി അന്ന് വേദിയിലോട്ട് കയറിയപ്പോൾ ആ സദസ്സ് മുഴുവൻ എണീറ്റ് നിന്ന് വലിയ നിറ കയ്യടികളോട് നിന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന്റെ അദ്ദേഹത്തിന്റെ ലൈഫ് ജേണി മുഴുവൻ അന്ന് ആ ബാക്ക് സ്ക്രീനിൽ കാണിക്കുമ്പോൾ നിർത്താത്ത കൈയടിച്ചത് ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. അപ്പൊ അതിനുശേഷം മിഥുൻ ചക്രവർത്തി അന്ന് ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം പറഞ്ഞിരുന്നു. അതിൽ അദ്ദേഹം അത് പലപ്പോഴും പറയുമ്പോൾ അദ്ദേഹത്തിന് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു, ശബ്ദങ്ങൾ ഇടറുന്നുണ്ടായിരുന്നു. അത് രാഷ്ട്രം ആ മനുഷ്യനെ അംഗീകരിച്ചതിന്റെ ഒരു വല്ലാത്തൊരു കോരിത്തരിപ്പ് കണ്ടു നിന്നവരിലുണ്ടായിരുന്നു. അതേ കോരിത്തരിപ്പിലേക്കാണ് നമ്മളുടെയൊക്കെ ലാലേട്ടൻ നടന്ന് കയറി ചെല്ലാൻ പോകുന്നത് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ നടന്റെ ഒരു വലിയ ആരാധകൻ എന്ന നിലയിലാണ്, സംവിധായകനേക്കാൾ ഒരു വലിയൊരു ആരാധകൻ എന്ന നിലയിലാണ് എന്നെ ആളുകൾ കാണുന്നതും വിശേഷിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ ആരാധനയുടെ സിഗ്നേച്ചർ ആയിരുന്നു തുടരും എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ആ സിനിമയുടെ അവസാനം എഴുതി കാണിച്ച പോലെ തന്നെ മോഹൻലാൽ തുടരുകയാണ്. അപ്പം മോഹൻലാൽ തുടരുകയാണ് എന്ന് പറയുന്നതിന്റെ നമ്മൾ ഏപ്രിൽ 25 തിയേറ്ററിൽ എഴുതി കാണിച്ച മോഹൻലാൽ തുടരും എന്ന് പറയുന്നതിന് ഇത്രയേറെ അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് ലാലേട്ടന്റെ ഈ പറയുന്ന 48 വർഷത്തെ കഠിനാധ്വാനവും ഏറ്റവും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള നേച്ചറും ഈ സിംപ്ലിസിറ്റിയും അർപ്പണബോധവും ഒക്കെയാണ്. അപ്പം മോഹൻലാൽ ഹൃദയപൂർവ്വം നമ്മളുടെ എല്ലാവരുടെയും നെഞ്ചിലും മനസ്സിലും കാതുകളിലും കണ്ണുകളിലും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ, തുടരുക തന്നെ ചെയ്യട്ടെ. മഞ്ഞിൽ വിരിഞ്ഞ പൂവിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നുവന്ന് വെള്ളാനുകളുടെ നാടും ചിത്രവും ദേവാസുരവും കിലുക്കവും ദൃശ്യവും അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ വില്ലനായി, കാമുകനായി, കുടുംബനാഥനായി, പട്ടാള മേധാവിയായി, തൊഴിലന്വേഷകനായി, പോരാളിയായി 100 വേഷങ്ങൾ അഭ്രപാളികളിൽ പകർന്നാടി നമ്മുടെ അഭിമാനവും അഹങ്കാരവുമായി മാറിയ മോഹൻലാൽ ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിനു കൂടി അർഹത നേടുമ്പോൾ ആദരിക്കപ്പെടുന്നത് മലയാളികളും മലയാള സിനിമയുമാണ്. ദൃശ്യവിസ്മയത്തിന്റെ നടനവിസ്മയങ്ങൾ ഇനിയും ഈ അഭിനയ ചക്രവർത്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടം വരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.